അസ്സാം വലൈക്കും വറഹമത്തുള്ള. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ രണ്ടാം സെമസ്റ്റർ പരീക്ഷ ഏതാനും ദിവസങ്ങൾക്കകം ആരംഭിക്കുകയാണ്. സാധാരണ പരീക്ഷ എടുക്കുമ്പോഴൊക്കെ ചോദിക്കാറുള്ളത് പോലെ നാം വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുന്നു. പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ളത് എവിടെ നിന്നാണ്, ഏതൊക്കെ പാഠങ്ങൾക്കാണ് ഇമ്പോർട്ടൻസ്, ഏതാണ് കൂടുതൽ പഠിക്കേണ്ടത്, എസ്സേ ഏതു ഭാഗത്തു നിന്ന് വരും, വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഏതു ഭാഗത്തു നിന്ന് വരും, ഇങ്ങനെയുള്ള നിരന്തരമായ ചോദ്യങ്ങൾ പതിവിലും ശക്തമായി ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കോമൺ കോഴ്സ് അറബിക് രണ്ടാം ഭാഷയായി തിരഞ്ഞെടുത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് രണ്ടാം സെമസ്റ്റർ പരീക്ഷയുടെ ചോദ്യവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ഭാഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. കോമൺ കോഴ്സ് അറബിക്ക് രണ്ടാം ഭാഷയായി സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് പഠിക്കുന്ന ആളുകൾക്ക് വളരെ വ്യക്തമായി അറിയാവുന്നതാണ് 10ഓളം പാഠങ്ങൾ മാത്രമാണ് ഈ ഒരു സെമസ്റ്ററിൽ പഠിക്കാനുള്ളത്. രണ്ടാമത്തെ സെമസ്റ്ററിൽ മിൻ വഹിൽ അദബ് എന്ന കിതാബിൽ നിന്ന് 10ഓളം പാഠങ്ങൾ മാത്രമാണ് പഠിക്കാനുള്ളത്. ആ 10ഓളം പാഠങ്ങളിൽ നിന്ന് തന്നെ വീണ്ടും ഏറ്റവും പ്രധാനം ഏറിയത് അല്ലെങ്കിൽ പ്രാധാന്യം കൂടിയത് എന്ന രീതിയിൽ നമ്മൾ ചുരുക്കുക എന്നുള്ളത് വളരെ സങ്കീർണമായ പ്രക്രിയയാണ്. എങ്കിലും മുൻകാല പരീക്ഷകളുടെ ഒരു അനുഭവം വെച്ചിട്ട് പഴയകാല ചോദ്യപേപ്പറുകളും ആവർത്തനങ്ങളും ഒക്കെ പരിശോധിച്ചതിന് ശേഷം ചില കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവെക്കാം എന്ന് മാത്രമാണ് വിചാരിക്കുന്നത്. കഴിഞ്ഞ 4ാം സെമസ്റ്റർ പരീക്ഷയോടനുബന്ധിച്ച് നമ്മൾ ഇതുപോലെ ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ പരീക്ഷ അറ്റൻഡ് ചെയ്ത ആളുകൾക്കറിയാം ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്ന ഭാഗം തന്നെയായിരുന്നു നമ്മൾ ചർച്ച ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പരീക്ഷയ്ക്കും മിൻ വഹിൽ അദബ് എന്ന കിതാബ് അടിസ്ഥാനമാക്കി 6 മാസത്തോളം കാലം നമ്മൾ ചിലവഴിച്ച ആ ഒരു കാലത്തിൻ്റെ ഒരു വിധി നിർണ്ണയം നടക്കുന്നത് ഈ പരീക്ഷയിലൂടെയാണ്. നമ്മൾ എത്രമാത്രം പഠിച്ചിട്ടുണ്ട് എന്ന് വിലയിരുത്തപ്പെടുന്ന പരീക്ഷയാണ് നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകേണ്ട ചില ഭാഗങ്ങൾ, എനിക്ക് തോന്നിയ ചില ഭാഗങ്ങളാണ് നിങ്ങളോട് പങ്കുവെക്കാനുള്ളത്. ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ആകുമ്പോൾ നമുക്ക് ഒരു ടെക്സ്റ്റ് ബുക്ക്, പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ഒരു ടെക്സ്റ്റ് ബുക്ക് നിലവിലുള്ള സാഹചര്യത്തിൽ ആ ഒരു ടെക്സ്റ്റ് ബുക്കിൽ അടിസ്ഥാനമാക്കി തന്നെയായിരിക്കണം നമ്മളുടെ പഠനം മുന്നോട്ട് പോകേണ്ടത്. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഈ വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾക്ക് കേട്ടാൽ ഒരു 50-55 മാർക്ക് മാത്രമാണ് നേടാനാവുക. 80 മാർക്കും പൂർണ്ണമായിട്ട് നേടണമെങ്കിൽ നിങ്ങൾ പൂർണ്ണമായിട്ടും ടെക്സ്റ്റ് ബുക്ക് ഡിപ്പെൻഡ് ചെയ്യുക തന്നെ വേണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ആദ്യമായി പറയാനുള്ളത് എസ്സേ ക്വസ്റ്റ്യൻസ്. ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് എസ്സേ ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷേ പലപ്പോഴും നമ്മളൊക്കെ കൂടുതൽ ശ്രദ്ധ കൊടുക്കുകയും പരീക്ഷാ ഹാളിൽ നിന്ന് കൂടുതൽ സമയം ചെലവഴിക്കുകയൊക്കെ ചെയ്യുന്നത് 1 മുതൽ 15 വരെയുള്ള ക്വസ്റ്റ്യൻസിനാണ്. ചെറിയ ഉത്തരം ആയിരിക്കും, അല്ലെങ്കിൽ 1-1.5 വരിയിലോ എഴുതാനുള്ള ഉത്തരമായിരിക്കും. അത് ലഭിക്കാത്തതിൻ്റെ പേരിൽ കുറേ സമയം നമ്മൾ പരീക്ഷാ ഹാളിൽ ചെലവഴിക്കുകയും അങ്ങനെ അവസാനം എസ്സേ എത്തുമ്പോഴേക്ക് നമുക്ക് അറിയുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കാം, എന്നിട്ട് നമുക്ക് എഴുതി പിടിപ്പിക്കാൻ സമയം തികയാതെ വരികയും ചെയ്യുന്ന സാഹചര്യം പലപ്പോഴും ഉണ്ടാകാറുണ്ട്. ആദ്യമായിട്ട് എസ്സേക്ക് നമ്മൾ കൂടുതൽ ഊന്നൽ കൊടുക്കേണ്ട ഒരു പാഠമാണ് ഞാൻ പറയാൻ പോകുന്നത്. 1-2 പാഠങ്ങൾ ഇമ്പോർട്ടൻ്റ് ആക്കിയിട്ടാണ് പറയാൻ പോകുന്നത്. പിന്നെ ക്വസ്റ്റ്യൻ ഇടുന്ന ആളുകൾക്കനുസരിച്ച് അതൊക്കെ പ്രാധാന്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാൻ സാധ്യതയുണ്ട്. എന്നാലും നമ്മളുടെ ഒരു ഊഹമാണ്. അൽ ഗരീബ് എന്നൊരു പാഠം നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അൽ ഗരീബ് എന്ന പാഠത്തിൽ നിന്ന് നമുക്ക് എസ്സേകൾ പ്രതീക്ഷിക്കാം. മറ്റൊരു കാര്യം, നമ്മൾ എങ്ങനെ ആ പാഠത്തെ കവർ ചെയ്യും, എസ്സേക്ക് വരുമ്പോൾ നമ്മൾ എങ്ങനെ ആ പാഠത്തെ കവർ ചെയ്യും, അല്ലെങ്കിൽ അങ്ങനെ ആ പാഠം മനസ്സിലാക്കാൻ കഴിയും. ആദ്യമായിട്ട് നമ്മൾ ഒരു പാഠം പഠിക്കുന്ന സമയത്ത് ആ പാഠത്തിലെ കുറച്ച് നിഖാത്തുകൾ, നിങ്ങളൊക്കെ SLC പരീക്ഷ എഴുതുന്ന സമയത്ത്, 10ാം ക്ലാസ്സിലൊക്കെ പരീക്ഷ അറബിക്കൊക്കെ എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് ചോദ്യം വരുമ്പോൾ ആ ചോദ്യത്തിൽ തന്നെ നിഖാത്ത് എന്ന് പറഞ്ഞിട്ട് കുറച്ച് പോയിൻറ്റ്സ് കൊടുത്തിട്ടുണ്ടാകും. ആ പോയിൻറ്റ്സ് വെച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് മുഫക്കിറ തയ്യാറാക്കേണ്ടത് അല്ലെങ്കിൽ പാരഗ്രാഫ് തയ്യാറാക്കേണ്ടതൊക്കെ. 10ാം ക്ലാസ്സിൽ നിന്ന് കുറച്ച് നിഖാത്തുകൾ നിങ്ങൾക്ക് തന്നിട്ട് അത് വെച്ചായിരിക്കും. പക്ഷേ നിങ്ങൾ ഡിഗ്രിയിലേക്ക് എത്തുമ്പോൾ ആ നിഖാത്ത് നമ്മൾ പഠിച്ചു പോകണം. അപ്പോൾ ഈ ഒരു 10 പാഠമാണെങ്കിൽ ആ 10 പാഠത്തിൽ നിന്ന്, ഓരോ പാഠത്തിൽ നിന്ന് എന്തൊക്കെ നിഖാത്തുകളാണ് നമ്മൾ പഠിച്ചു പോകേണ്ടത് എന്ന് നമുക്കൊരു ധാരണയുണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ ലളിതമായി ആയാസത്തോടുകൂടെ, വളരെ എളുപ്പത്തോടുകൂടെ നിങ്ങൾക്ക് എസ്സേ എഴുതാൻ കഴിയും. അപ്പോൾ അൽ ഗരീബ് എന്നൊരു പാഠം ഉദാഹരണമായി എടുത്തു കഴിഞ്ഞാൽ, അൽ ഗരീബ് ഒരു സ്ട്രേഞ്ചർ ആയിട്ടുള്ള, അപരിചിതനായിട്ടുള്ള ആൾ എത്തിപ്പെടുന്ന ഒരു സാഹചര്യം, ഒരു കോളനിയിൽ അല്ലെങ്കിൽ ഒരു ഗല്ലിയിൽ എത്തിപ്പെടുന്ന ഒരു സാഹചര്യമാണ് ആ കഥയിൽ പറയുന്നത്. അവിടെ നമ്മൾ അൽ ഗരീബ്, അയാളൊരു കഥാപാത്രമാണ്. നിഖാത്ത് ഹാമ, ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ് അൽ ഗരീബ് എന്നുള്ളത്. അയാൾ എത്തിപ്പെടുന്ന അവസരം, ആ ഒരു സാഹചര്യം. രണ്ടാമത് റുഖയ്യ എന്നുള്ള കഥാപാത്രം, ആ ഗരീബിനെ സ്വീകരിക്കുന്ന റുഖയ്യ എന്നുള്ളൊരു കഥാപാത്രം. മൂന്നാമത് ഈ ഗരീബിനെ വെടിവെച്ച് കൊല്ലുന്ന ഹമ്മാം എന്നുള്ളൊരു കഥാപാത്രം. ഈ 3 കഥാപാത്രങ്ങളുണ്ട്. ഒരു എസ്സേ എന്ന് പറയുമ്പോൾ, ഒരു എസ്സേ എഴുതുന്ന സമയത്ത്, 10 മാർക്കിൻ്റെ എസ്സേ എഴുതുന്ന സമയത്ത് 10 ഇമ്പോർട്ടൻ്റ് പോയിൻറ്റുകൾ അതിൽ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10 മാർക്കും പൂർണ്ണമായും ലഭിക്കും. ചില പരീക്ഷകൾക്കൊക്കെ ചോദ്യങ്ങൾ തന്നെ വരുന്നത് നിങ്ങൾ 10 ജുംലകൾ അതിന് ആ ഒരു വ്യക്തിയെക്കുറിച്ച് അല്ലെ ആ ഒരു പാഠത്തെക്കുറിച്ച് എഴുതുക എന്നാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ 10 ഘടകങ്ങൾ നിങ്ങൾക്ക് എഴുതാൻ കഴിഞ്ഞാൽ
നിങ്ങൾക്ക് ആ എസ്സേയിൽ ഫുൾ മാർക്ക് വാങ്ങാൻ കഴിയുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് വരീബ്, അതുപോലെ വരീബായി വരുന്ന മനുഷ്യൻ, അയാളുടെ ആവശ്യം, അയാൾ ജാമൂസത്തിനെ വാങ്ങാനാണ് വരുന്നത്, അയാൾ വരുന്ന ഒരാവശ്യം, അയാളെ വരുന്ന സാഹചര്യം, റുഖയ്യ സ്വീകരിക്കുന്നത്, അപരിചിതനെ റുഖയ്യ സ്വീകരിക്കുന്ന വിധം, അവസാനം അപരിചിതനെ മറ്റേയാൾ കൊല്ലുന്ന വിധം, ആ ഒരു സാഹചര്യം, ആ ഒരു ഇൻസിഡൻസ്, ആ ഒരു തീം നമ്മുടെ മനസ്സിലുണ്ടായി കഴിഞ്ഞാൽ മതി. പിന്നെ വേണ്ടത് കീവേഡ്സ് എന്ന് പറയുന്ന കുറച്ച് സംഗതികളാണ്. ഒരു പാഠത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ആ ഒരു പാഠം എടുത്തിട്ടുണ്ടെങ്കിൽ തംബഹുൽ കിലാബ്, റുഖയ്യ, താം, കോഹ് സഗൈർ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് പദങ്ങളുണ്ട്. പിന്നെ ആ ഇസ്ബത്ത്, ആ ഒരു ഗല്ലിയെ വിശേഷിപ്പിക്കുന്ന പദം, വരീബ്, ഒരു നായ വരുന്നുണ്ട്, നായ അയാളെ വട്ടമിട്ടിട്ട് തംബഹുൽ കിലാബ്, അങ്ങനെ കുറച്ച് നായയോടനുബന്ധിച്ച് നായ കടിക്കുന്നതും മാന്തുന്നതുമായിട്ടുള്ള ചില വാക്കുകൾ പറയുന്നുണ്ട്. അയാൾ വെടിവെക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്, ബുന്തുക്കയ്യത്ത് അത്ലക്കന്നാർ എന്നൊക്കെ പറഞ്ഞ് അങ്ങനത്തെ ഒരു 10-15 കീവേഡ്സ് ഓരോ പാഠത്തിൽ നിന്നും പഠിച്ചു വെക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു പാഠം ഞാൻ പറഞ്ഞാൽ ഖരീബ് എന്നുള്ള ഒരു പാഠമാണ്. അതെങ്ങനെ പഠിക്കേണ്ടത് എന്ന രൂപവും പറഞ്ഞു. രണ്ടാമത്തെ പാഠം പറയുകയാണെങ്കിൽ, രണ്ടാമത്തെ ശ്രദ്ധ കൊടുക്കേണ്ട ഒരു പാഠം പറയുകയാണെങ്കിൽ ബത്നി സയംഫജർ എന്നുള്ളൊരു പാഠമുണ്ട്. ബത്നി സയംഫജർ എന്നുള്ളൊരു പാഠം സാധാരണഗതിയിൽ ഒരു ഹിവാറാണ്, ഒരു സംഭാഷണമാണ്. പക്ഷേ ആ ഹിവാർ നൽകുന്ന വലിയൊരു മെസ്സേജ് ഉണ്ട്. ഇന്നൽ മുബദ്ദിരീന കാനു ഇഖ്വാന ഷയാത്തീൻ, തീർച്ചയായും ദൂർത്ത് കാണിക്കുന്ന ആൾ, അമിതമായി ആവശ്യമില്ലാതെ അനാവശ്യമായി ചെലവഴിക്കുന്ന ആളുകൾ പിശാചിൻ്റെ കൂട്ടുകാരാണെന്നുള്ള വലിയൊരു മെസ്സേജ് പറയുന്ന വലിയ മെസ്സേജ് പറയുന്ന ഒരു ഹിവാറാണ് ആ പാഠം. അതിൽ സൗജുണ്ട്, സൗജത്ത് ആമിനുണ്ട്, ഹാത്തിമുണ്ട്, സഫയുണ്ട്, 4 കഥാപാത്രങ്ങൾ തന്നെയായി. പിന്നെ അവർ ചെറിയ ചെറിയ സംഭാഷണങ്ങൾ. അപ്പോൾ അതിൽ വരുന്ന കീവേഡ്സ് ഉണ്ട്, തസവ്വുക്ക്, ഷോപ്പിംഗ്. പിന്നെ അത് പറയുന്ന ആ ഒരു പാഠം നൽകുന്ന മെസ്സേജ്, നിങ്ങൾ അമിതമായി ചെലവഴിക്കരുത്, അമിതമായി ചെലവഴിക്കുന്നവർ പിശാചിൻ്റെ കൂട്ടുകാരാണ് എന്ന മെസ്സേജ് നൽകുന്ന ഇന്നൽ മുബദ്ദിരീന കാനു ഇഖ്വാന ഷയാത്തീൻ എന്ന വാക്യം. അതുപോലെയുള്ള 1-2 വാക്യങ്ങൾ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതുമായിട്ടുള്ള കുറച്ച് വാക്യങ്ങൾ, അത് നമ്മളൊന്ന് ബൈഹാർട്ട് ചെയ്തു പോവുക. അതിനോടനുബന്ധിച്ച് കുറച്ച് കാര്യങ്ങൾ എഴുതാൻ നമ്മൾ പഠിക്കുക. മൂന്നാമത്തെ ഒരു പാഠത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് റിഹ്ലത്തുൻ ഇലാ മാലീസിയ എന്നുള്ളൊരു പാഠമുണ്ട്. മലേഷ്യയിലേക്കുള്ളൊരു യാത്ര, ഒരു വ്യക്തി ഒഫീഷ്യലായിട്ടുള്ളൊരു ആവശ്യത്തിന് മലേഷ്യയിലേക്ക് പോകുന്ന അയാളുടെ യാത്ര, 5 ദിവസത്തെ യാത്ര, അതിനോടനുബന്ധിച്ചിട്ടുള്ള അയാളുടെ സഞ്ചാരങ്ങൾ. അവിടെ റിഹ്ലത്തുൻ ഇലാ മാലീസിയ പഠിക്കുന്ന സമയത്ത് 2-3 കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഒന്ന്, റിഹ്ലത്തുൻ ഇലാ മാലീസിയ ഒരു യാത്രാക്കുറിപ്പ് പോലെയുള്ള ഒരു പാഠമാണ്. അതിൽ ഏറ്റവും കൂടുതൽ വ്യക്തമായി പറയാനും നമ്മളെ പഠിപ്പിക്കാനും ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു പാഠത്തിൻ്റെ ഔട്ട്കമായിട്ട് നമുക്ക് കിട്ടേണ്ടത്, നമുക്ക് സമയം കൃത്യമായി പറയാൻ കഴിയുക എന്നുള്ള. അസാമിന വന്യസ് 8:30 9:30 1:15 2:15 എന്നൊക്കെ എങ്ങനെ നമ്മൾ പറയും എന്നുള്ള, അത് നിത്യജീവിതത്തിൽ നമുക്ക് ആവശ്യം വരുന്ന, ഒരാളുടെ കമ്മ്യൂണിക്കേഷൻ ലൈഫിൽ ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്ന ഒരു സംഗതിയാണ് സമയം പറയുക എന്നുള്ള. അറബി ഭാഷയിൽ നമുക്ക് സമയം പറയാൻ കഴിയുക എന്നുള്ളത്. നമ്മൾ 7 o'clock 8 o'clock എന്നൊക്കെ പറയുന്നത് പോലെ അറബിയിൽ എങ്ങനെ പറയും, സാമിന ആഷിറ 1:15 എങ്ങനെ പറയും, റുബ് എങ്ങനെ പറയും, നിസ്ഫ എവിടെ പറയും, മുക്കാലിന് എങ്ങനെ പറയും എന്നുള്ള കാര്യങ്ങളൊക്കെ അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതുപോലെ ഒരു യാത്രയുടെ സഞ്ചാര സമയത്ത് ആവശ്യമായ ഹാഫിലത്ത് എന്നുള്ള, മെട്രോയിൽ സഞ്ചരിക്കുന്ന മിത്രു, അങ്ങനത്തെ കുറച്ച് പദങ്ങളുണ്ട്. അതിലെ ആ കീവേഡ്സ് എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ റിഹ്ലത്തുൻ ഇലാ മാലീസിയ, ഈ ഒരു 3 പാഠങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ട പാഠങ്ങളാണ്. പിന്നെ ഒരുപാട് മെസ്സേജുകൾ നൽകുന്ന പാഠങ്ങൾ വേറെയും കുറേയുണ്ട്. നമുക്കറിയാം ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിൻ്റെ ബൈത്ത് നമുക്കുണ്ട്. അപ്പോൾ ആ ഒരു കവിത അനോട്ടേഷന് വേണ്ടി സെക്കൻഡ് പാർട്ടിൽ വരാൻ സാധ്യതയുണ്ട്. മറ്റൊരു കവിതയും കൂടിയുണ്ട്, യാഹിയൽ ഇൻസാൻ. അപ്പോൾ ഈ 2 കവിതകളും വന്നാൽ ആ കവിതയെക്കുറിച്ച് നമുക്ക് ഒന്ന് ഷാഫി ഇമാമിൻ്റെ കവിതയാണ് എന്നറിയാം, മറ്റത് ഫലസ്തീനെ കുറിച്ചുള്ള കവിതയാണ് എന്നറിയാം, റഷീദ് എന്നവരുടെ കവിതയാണ് എന്നറിയാം. അപ്പോൾ കവി ഉൾക്കൊള്ളുന്ന വിഷയത്തെയും മനസ്സിലാക്കി തന്നെ സെക്കൻഡ് പാർട്ട് എസ്സേയിൽ 1-2 പോയിൻറ്റ്സ് നമുക്ക് അവിടെ തന്നെ ലഭിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ കവിതകളുണ്ട്. പിന്നെ നമ്മൾ ലൈമൂൻ്റെ ഒരു പാഠം പറയുന്നുണ്ട്, ലൈമൂൻ ഹുൽവൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് പറയുന്ന ഇസ്ന മിനൽ ലൈമൂനി ഷറാബൻ ഹുൽവൻ എന്ന പാഠം. അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതിൽ നിന്ന് പലപ്പോഴും വന്നിട്ടുള്ളത് ചേരുംപടി ചേർക്കാനൊക്കെയാണ്. ചേരുംപടി ചേർക്കാനാണ് അതിൽ നിന്ന് വന്നിട്ടുള്ളത്. കാരണം ചില ഓതേഴ്സിനെ അതിൽ പറയുന്നുണ്ട്, വളരെ പ്രാധാന്യം നിറഞ്ഞ ചില ഗ്രന്ഥങ്ങളെക്കുറിച്ചും അതിൻ്റെ ഓതേഴ്സിനെ കുറിച്ചൊക്കെ അതിൽ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഓതേഴ്സിനെ കുറിച്ചുള്ള പഠനം, അപ്പോൾ അത് ചേരുംപടിയിൽ അവിടെ അല്ലെങ്കിൽ പൂരിപ്പിക്കാൻ വരുന്നിടത്തൊക്കെ വരാൻ, നമ്മൾ പറഞ്ഞ ഫസ്റ്റത്തെ പാർട്ടിലൊക്കെ വരാൻ സാധ്യതയുണ്ട്. പിന്നെ ആ പാഠം നൽകുന്ന ഒരു മെസ്സേജ് എന്ന് പറയും, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഏതൊരു സങ്കടത്തെയും മാറ്റി സന്തോഷത്തിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളൊരു വലിയ മെസ്സേജ് അതിലുണ്ട്. വേറെ അതിൽ ഫസ്റ്റ് പാരഗ്രാഫിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ആദ്യം കുറച്ച് പദങ്ങൾ പറയുന്നുണ്ട്, ആ പദങ്ങളുടെ തന്നെ നേരെ വിപരീതം അടുത്ത വരിയിൽ പറയുന്നുണ്ട്.
അങ്ങനെ ഒരു പദം പറഞ്ഞ് അതിൻ്റെ ഓപ്പോസിറ്റ് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പരീക്ഷയ്ക്ക് അല്ലെങ്കിൽ നമ്മുടെ സിലബസിൽ നമ്മൾ പഠിക്കേണ്ടതാണ് മുഫ്രദുകൾ പഠിക്കണം, വിപരീതങ്ങൾ പഠിക്കണം, ലിദ്ദുകൾ പഠിക്കണം, അൽദാദുകൾ പഠിക്കണം. ഈ അൽദാദിന് ആവശ്യമായ കാര്യങ്ങൾ ഈ പടത്തിൻ്റെ ഫസ്റ്റിലുണ്ട് എന്നുള്ളതൊരു സത്യമാണ്. അതുപോലെ നമ്മൾ റഫീഖയൊക്കെ പഠിക്കുന്ന സമയത്ത് പഠിക്കേണ്ടത് റഫീഖയുടെ ഷോർട്ട് പഠിക്കുക, കഥയുടെ ഒരു ഷോർട്ട് പഠിക്കുക. റഫീഖ എന്നുള്ള ചാപ്റ്ററൊക്കെ നമ്മളെ ചാനലിൽ പോയാൽ നിങ്ങൾക്ക് കിട്ടും. അതുപോലെ ഇബ്ലീസ് യന്തസിറു എന്നുള്ള പാഠത്തിൻ്റെയും കഥ മനസ്സിലാക്കുക. നമ്മൾ ഗരീബ് പഠിച്ചതുപോലെ ഇബ്ലീസുൻ യന്തസിറു എന്നുള്ള പാഠം പഠിക്കുന്ന സമയത്ത് അവിടെ ഇബ്ലീസ് ഉണ്ട്, ആ നാസിക്കുണ്ട്, ഷജറത്തുണ്ട്, അത് വെട്ടാൻ പോകുന്ന ഒരു സാഹചര്യമുണ്ട്. ഇങ്ങനെ 4-5 എലമെൻറ്റ്സ് അവിടെയുണ്ട്. ഇത് നമ്മളുടെ മനസ്സിലുണ്ടായിട്ടുണ്ടെങ്കിൽ ഇവ കൂട്ടി ആ ഒരു കഥ നമ്മൾ നമ്മുടേതായ ഭാഷയിൽ എഴുതാൻ ശ്രമിക്കുമ്പോൾ നമുക്കതിൻ്റെ മാർക്ക് മുഴുവൻ സ്കോർ ചെയ്യാൻ കഴിയുന്നു. ഇങ്ങനെ 3-4 ചാപ്റ്റർ നമ്മൾ എസ്സേക്ക് വേണ്ടി പഠിക്കുകയും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓരോ പാഠത്തിൻ്റെയും കുറച്ച് കീവേഡ്സ്, ഒരു 10 വേർഡ്സെങ്കിലും, ഓരോ പാഠങ്ങളുടെ മുഴുവൻ തീമും പറയാൻ ആവശ്യമായ നമുക്ക് പരിചയമില്ലാത്ത 10 പദങ്ങളെങ്കിലും അതിനുണ്ടാകും. ആ പദങ്ങളെങ്കിലും നമ്മൾ കാണാതെ പഠിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് പരീക്ഷ എഴുതാൻ പറ്റും. ഞാൻ നേരത്തെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഇത് പഴയ പരീക്ഷകളുടെയും കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന എക്സാമുകളൊക്കെ കണ്ടതിന് ശേഷമുള്ള നമ്മളുടെ ഒരു വിലയിരുത്തലാണ്. ഒരുപക്ഷെ ഇതിൽ നിന്ന് ചെറിയ മാറ്റങ്ങൾ ചിലപ്പം സംഭവിച്ചേക്കാം, മാറ്റങ്ങൾ സംഭവിക്കില്ല എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മാത്രവുമല്ല, നിങ്ങൾ ഈ മിഹിൻ വഹിയിൽ അദബ് എന്നുള്ള പുസ്തകത്തിൻ്റെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നടത്തുന്ന അവസാനത്തെ പരീക്ഷയാണിത്. അവസാനത്തെ പരീക്ഷ എന്ന് പറയുമ്പോൾ റെഗുലറായിട്ട് നടത്തുന്ന അവസാനത്തെ പരീക്ഷയാണ്. ഇനി സപ്ലിമെൻ്ററി ആയിട്ട് ഇതിൽ പാസ്സാകാത്തവർക്ക് വീണ്ടും വരേണ്ടി വരും. അങ്ങനെ എഴുതിയവർക്ക് വീണ്ടും വരേണ്ട അവസ്ഥ വരാതിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പരീക്ഷ നിങ്ങൾക്കൊരു വൻ വിജയമാകട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും.